റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിയിലേക്ക് ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന ആരോപണവുമായി റഷ്യ. പുടിന്റെ നോവ്ഗറോഡ് മേഖലയിലെ ഔദ്യോഗിക വസതിയിലേക്കാണ് ഉക്രൈൻ ആക്രമണം നടത്തിയതെന്ന് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു. എന്നാൽ ഇത് പച്ചക്കള്ളമാണെന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ വാദം. നിലവിൽ നടക്കുന്ന സമാധാന ചർച്ചകളിലെ റഷ്യയുടെ നിലപാട് മാറ്റാൻ ഉക്രൈന്റെ ആക്രമണം ഇടയാക്കിയേക്കുമെന്നും ലാവ്റോവിനെ ഉദ്ധരിച്ച ഇന്റർഫാക്സ് എന്ന റിപ്പോർട്ട് പുറത്തുവന്നു. ഡിസംബർ 28, 29 തീയതികളിൽ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഉക്രൈൻ 91 ദീർഘദൂര ഡ്രോണുകൾ അയച്ചെന്ന് ലാവ്റോവ് പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണം ആ രാജ്യത്തിന്റെ ഭീകരവാദമാണെന്ന് പറഞ്ഞ ലാവ്റോവ് ഈ നടപടി അപകടകരമാണെന്നും ഇതിന് മറുപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. ആക്രമണം നടന്നത് എവിടെ നിന്നാണെന്ന വിവരം ലഭിച്ചിട്ടുണ്ടെന്നും റഷ്യൻ സേന ഇതിന് തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തി. ആക്രമണം നടന്നതായി പറയപ്പെടുന്ന സമയത്ത് പുടിൻ വസതിയിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നത് വ്യക്തമല്ല. 4 വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ആക്രമണം നടന്നതെന്നും ചർച്ചയിൽ റഷ്യ തുടർന്നും പങ്കെടുക്കുമെങ്കിലും നിലപാടിൽ മാറ്റങ്ങളുണ്ടാകുമെന്നും ലാവ്റോവ് കൂട്ടിച്ചേർത്തു. അതേസമയം റഷ്യയെ ആക്രമിച്ചു എന്ന വാർത്ത തെറ്റാണെന്നും റഷ്യയാണ് കീവിലെ സർക്കാർ കെട്ടിടങ്ങൾക്ക് നേരെ നിലവിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും സെലൻസ്കി പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിയിൽ ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന വാർത്തകളോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചിരുന്നു. അത് നല്ല കാര്യമല്ലെന്നും തനിക്കത് ഇഷ്ടപ്പെട്ടില്ലെന്നുമാണ് ട്രംപിന്റെ വാദം. പുടിനിൽ നിന്ന് ഞാൻ വിവരം അറിഞ്ഞു, എനിക്ക് വളരെയധികം ദേഷ്യം തോന്നിയെന്നും ട്രംപ് പറഞ്ഞു. ഇത് വളരെ ദുഷ്കരമായ സമയമാണ്, ഇതല്ല ശരിയായ സമയം. അവർ ആക്രമിക്കുന്നത് കൊണ്ട് തിരിച്ച് ആക്രമിക്കുന്നത് ഒരു കാര്യം, എന്നാൽ അദ്ദേഹത്തിന്റെ വീട് ആക്രമിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഇതൊന്നും ചെയ്യാൻ പറ്റി ശരിയായ സമയമല്ലെന്നും ട്രംപ് പറഞ്ഞു. ആക്രമണത്തിന്റെ തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തോട് നമ്മളത് കണ്ടെത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഉത്തരം. സെലൻസ്കിയുമായി ചർച്ച നടത്തിയതിന് പിന്നാലെ 24 മണിക്കൂറിനുള്ളിൽ 2 തവണയാണ് ട്രംപ് പുടിനുമായി സംസാരിച്ചത്. ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും പുടിനുമായുള്ള സംഭാഷണം ക്രിയാത്മകമായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. വളരെ ഫലപ്രദമായ ചർച്ചയായിരുന്നു അത്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതുപോലെ സങ്കീർണമായ ചില പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. ഈ തടസ്സങ്ങൾ നീങ്ങിയാൽ സമാധാനം സാധ്യമാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. പുടിന്റെ വസതിക്ക് നേരെയുണ്ടായെന്ന് പറയപ്പെടുന്ന ഡ്രോൺ ആക്രമണം സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ അത് റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കും. ഞായറാഴ്ച ഫ്ലോറിഡയിൽ വെച്ച് സെലൻസ്കിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിലേക്ക് തങ്ങൾ വളരെ അടുത്തെത്തിയെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നു. അതേസമയം ഉക്രൈനിലെ സാപ്പോറിഷ്യ മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ സൈന്യത്തോട് പുടിൻ തിങ്കളാഴ്ച ഉത്തരവിട്ടു. കിഴക്കൻ ഉക്രൈനിലെ ഡോൺബാസ് മേഖലയിൽ നിന്ന് സേനയെ പിൻവലിക്കണമെന്ന ആവശ്യം റഷ്യ വീണ്ടും ആവർത്തിച്ചു. ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ കാര്യമായ വഴിത്തിരിവില്ല. സമാധാന കരാറിനെ വളരെ അടുത്തെത്തിയെന്നും എന്നാൽ ഇനിയും തടസ്സങ്ങൾ അവശേഷിക്കുന്നുണ്ടെന്നും ഇന്നലെ ഫ്ലോറിഡയിൽ 3 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഇരുവരും വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നേരത്തെ 20-ന് സമാധാന പദ്ധതി അവതരിപ്പിച്ചിരുന്നു. യൂറോപ്പും ഉക്രൈനും സംയുക്തമായി ഭേദഗതികൾ വരുത്തിയ പുതിയ പതിപ്പ് ചർച്ചയായിരുന്നു. കരാറിലെ 90% വ്യവസ്ഥകളിലും ധാരണയായെന്ന് സെലൻസ്കി പറയുന്നു. ഭാവിയിൽ റഷ്യൻ ആക്രമണം ആവർത്തിക്കാതിരിക്കാൻ 15 വർഷത്തേക്ക് സുരക്ഷാ ഗ്യാരണ്ടി US വാഗ്ദാനം ചെയ്തെന്നും വ്യക്തമാക്കി. 50 വർഷത്തെ സുരക്ഷാ ഗ്യാരണ്ടികളാണ് സെലൻസ്കി ആവശ്യപ്പെട്ടത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ തുടങ്ങി യൂറോപ്യൻ നേതാക്കളുമായി ഇരുവരും വെർച്വലായി സംസാരിച്ചു. തുടർ നടപടികൾക്കായി ഉക്രൈൻ US ഉദ്യോഗസ്ഥർ അടുത്തയാഴ്ച യോഗം ചേരും. ജനുവരിയിൽ വാഷിംഗ്ടണിൽ സെലൻസ്കിയെയും യൂറോപ്യൻ നേതാക്കളെയും പങ്കെടുപ്പിച്ച് സമാധാന ചർച്ച നടത്താം ട്രംപ് നിർദ്ദേശിച്ചു. റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള ഉക്രൈനിലെ ഡോൺബാസ് പ്രദേശത്തെയും സ്പൊറീഷ്യ ആണവ നിലയത്തെയും ചൊല്ലി ഭിന്നത തുടരുകയാണ്. ഡോൺബാസ് വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് റഷ്യ. ഉക്രൈന്റെ ഭാഗത്ത് വിട്ടുവീഴ്ച വേണമെന്ന് ട്രംപും ആവർത്തിച്ചു. കൂടുതൽ പ്രദേശങ്ങൾ ഉക്രൈന് നഷ്ടപ്പെടുമെന്ന മുന്നറിയിപ്പുണ്ട്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കരാറിലെത്താൻ കഴിഞ്ഞേക്കുമെന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ വഴിത്തിരിവ് ഒരിക്കലും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.